ആരായിരിക്കും ഇതിവിടെ കൊണ്ടുവന്ന് വച്ചത്? ഇനി സ്കൂട്ടി മാറി ആരെങ്കിലും കൊണ്ടുവന്ന് വച്ചതാണോ? പലവിധ ചിന്തകളോടുകൂടിയാണ് അവൾ ഫോണെടുത്ത് ഡിസ്പ്ലേയിലേക്ക് നോക്കിയത്. അതിൽ മൈ ഫേവറേറ്റ് എന്ന അക്ഷരങ്ങളും അതിനു താഴെയുള്ള നമ്പറും കണ്ടതും അവളുടെ ചങ്കൊന്നടിച്ചു. കാരണം ആ നമ്പർ അവൾക്ക് പരിചിതമല്ലായിരുന്നു. മിത്ര ആ ഫോൺ തിരിച്ചും മറിച്ചും നോക്കി. തൻ്റെ ഫോൺ അല്ലല്ലോ ഇത്, പിന്നെങ്ങനെ ഈ പേര്? പക്ഷേ നമ്പർ. എന്നാൽ കോൾ കട്ടാകുന്നതിന് മുമ്പ് അവൾ കോൾ ബട്ടണിൽ വിരലമർത്തി. അഗ്നി, നീ എന്താ ഫോൺ തിരിച്ചും മറിച്ചും നോക്കുന്നത്? ഫോണിൽ നിന്നും കിഷോറിന്റെ ശബ്ദം കേട്ടതും അവൾ ഒന്ന് പകച്ചുപോയി. കിച്ചു, ഈ ഫോൺ ഇത് എന്റേതല്ലല്ലോ, പിന്നെങ്ങനെ നിന്റെ കോൾ? നമ്മളന്ന് പറഞ്ഞതെല്ലാം മറന്നോ നീ? ഈ ഫോണും അതിനുള്ളിലെ സിമ്മും പുതിയതാണ്. അതുപോലെ തന്നെ നിന്നെ വിളിക്കുന്ന ഈ ഫോണും സിമ്മും പുതിയതാണ്. നമ്മൾ തമ്മിൽ കോണ്ടാക്ട് ചെയ്യാൻ മാത്രമേ ഈ സിം ഉപയോഗിക്കാവൂ. ഈ നമ്പർ മറ്റാർക്കും കൈമാറരുത്. സിദ്ധുവിനോ അങ്കിളിനോ ആന്റിക്കോ ആർക്കും. കേട്ടല്ലോ? അപ്പോൾ ബൈ, ഞാൻ രാത്രിയിൽ വിളിക്കാം. എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അതും പറഞ്ഞുകൊണ്ട് കിഷോർ ഫോൺ കട്ട് ചെയ്തു. രാത്രിയിൽ അത്താഴത്തിനിരിക്കുമ്പോൾ സിദ്ധു എത്തിയിരുന്നില്ല. അതുകൊണ്ട് തന്നെ അച്ഛനും അമ്മയും ഇത്രയും കൂടിയിരുന്നാണ് ഭക്ഷണം കഴിച്ചത്. തലേ ദിവസത്തെ കാര്യങ്ങളെക്കുറിച്ചൊന്നും പിന്നീട് അനന്തപത്മനാഭൻ അവളോട് ചോദിക്കുകയുണ്ടായില്ല. എല്ലാ കാര്യങ്ങളും മീനുവുമായി ചർച്ച ചെയ്യാത്തതിനാൽ അവർക്കും അക്കാര്യത്തെക്കുറിച്ച് അറിയില്ലായിരുന്നു. ഭക്ഷണം കഴിച്ച് അടുക്കളയിൽ അമ്മയെ സഹായിച്ചതിന് ശേഷം അവൾ റൂമിലേക്ക് കയറിപ്പോയി. പഠിക്കാനുള്ള ബുക്ക് എടുത്ത് നിവർത്തി വെച്ചപ്പോഴാണ് പുതിയ ഫോണിലേക്ക് കിച്ചുവിൻ്റെ കോൾ വന്നത്. അവൾ എഴുന്നേറ്റ് പോയി ഡോർ ലോക്ക് ചെയ്തതിന് ശേഷം കോൾ അറ്റൻഡ് ചെയ്തു. പറയിച്ചു, എന്താ നിനക്ക് പറയാനുള്ളത്? മറ്റന്നാൾ എപ്പോഴാണ് നീ ലക്ഷ്മി അമ്മയെയും കൂട്ടി ഗുരുവായൂരിൽ പോകുന്നത്? പുലർച്ചെ പോകണം. പുലർച്ചെ എന്ന് പറഞ്ഞാൽ ഒരു 4 മണിക്ക്. ഓക്കെ, എന്നാൽ മറ്റന്നാൾ ഞാനും വരുന്നുണ്ട് നിങ്ങളുടെ കൂടെ. അതെന്തിനാ? അതൊന്നും ശരിയാവില്ല, അവൾ പെട്ടെന്ന് പറഞ്ഞു. എന്താ ശരിയായാൽ? ഞാൻ വരും. കിച്ചു, ഞാൻ ഏട്ടൻ്റെ കൂടെ കിങ്സിലേക്ക് പോകാമെന്നാണ് കരുതുന്നത്. അക്കാര്യം ഏട്ടനോട് പറയുകയും ചെയ്തു. പുലർച്ചെ എന്നെ അവിടെ കൊണ്ടാക്കി തരാമെന്ന് ഏട്ടൻ സമ്മതിച്ചതുമാണ്. അതിനിടയിലേക്ക് നീ കയറുമെന്നാകെ കുളമാക്കല്ലേ. നീ എന്തിനാ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത്? ധൈര്യമായി സിദ്ധുവിൻ്റെ കൂടെ പോയിക്കോ. അവിടെ ഡ്രൈവറുടെ വേഷത്തിൽ കാറുമായി ഞാൻ റെഡിയായി നിൽക്കും. നീ മറിച്ചൊന്നും പറയണ്ട, എൻ്റെ തീരുമാനത്തിൽ മാറ്റമില്ല. കിച്ചു പ്ലീസ്, എനിക്ക് ഈ അന്വേഷണവുമായി മുന്നോട്ട് പോകാൻ നിന്റെ ഹെൽപ്പ് അത്യാവശ്യമാണ്. ചിന്തിക്കാതെ ഓരോന്ന് ചെയ്തു വെച്ച് നീ അതില്ലാതാക്കരുത്. അവളുടെ ടെൻഷൻ നിറഞ്ഞ സ്വരം കേട്ടതും കിച്ചു ഉറക്കെ ചിരിച്ചു. നീ ടെൻഷൻ ആവണ്ട അഗ്നി, നമ്മൾ രണ്ടുപേരും കൂടി ചേർന്ന് ഇത് അന്വേഷിച്ച് കണ്ടുപിടിക്കുക തന്നെ ചെയ്യും. അതിൽ തർക്കമില്ല. അതോടെ അവരുടെ സംസാരം അന്വേഷണത്തെക്കുറിച്ചായി. 2 ദിവസം മുൻപ് ദീപുവിനെ കാണാൻ പോയതും അവളുമായി സംസാരിച്ചതുമെല്ലാം മിത്ര കിഷോറുമായി പങ്കുവച്ചു. എന്റെയും ബലമായ സംശയം അത് തന്നെയാണ്. ആനന്ദ് സാർ കൊട്ടേഷൻ കൊടുത്തതാകാൻ തന്നെയാണ് സാധ്യത. അവനിലേക്ക് എത്താൻ എന്തെങ്കിലും ഒരു കച്ചിത്തുരുമ്പ് ഇപ്പോൾ നമുക്ക് അത്യാവശ്യമാണ്. മിക്കവാറും ലക്ഷ്മി അമ്മയുമൊത്തുള്ള യാത്രയിൽ അതിനവസരം കിട്ടും എന്ന് തന്നെ എൻ്റെ മനസ്സ് പറയുന്നു. അവർ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് പുറത്ത് സിദ്ധുവിൻ്റെ കാറിൻ്റെ ശബ്ദം കേട്ടത്. നീ വെച്ചോ, താഴെ ഏട്ടൻ വന്നിട്ടുണ്ട്, നമുക്ക് നാളെ സംസാരിക്കാം, ഗുഡ് നൈറ്റ്. അതും പറഞ്ഞ് മറുപടിക്ക് കാത്തു നിൽക്കാതെ മിത്ര ഫോൺ വെച്ചു. ലൈറ്റ് ഓഫ് ചെയ്ത് അവൾ ബെഡിലേക്ക് മറിയുകയും ചെയ്തു. സിദ്ധു കാർ ഷെഡിലേക്ക് കയറ്റിയിട്ട് ഇറങ്ങുമ്പോഴാണ് പെട്ടെന്ന് ഒരു രൂപം അവൻ്റെ മുന്നിലൂടെ പാഞ്ഞ് മതിൽ ചാടിയത്. പെട്ടെന്നായതിനാൽ അവൻ്റെ ഉള്ളൊന്ന് ആളിപ്പോയി. അടുത്ത നിമിഷം അവനും പിന്നാലെ കുതിച്ചു. ഗേറ്റ് തുറന്നു നോക്കുമ്പോഴേക്കും മതിലിന്റെ സൈഡിൽ വച്ചിരുന്ന ബൈക്കിൽ കയറി ആ രൂപം പറക്കുന്നത് അവൻ കണ്ടു. റോഡിലൂടെ അല്പദൂരം കൂടെ മുന്നോട്ട് ഓടിയതിനു ശേഷമാണ് സിദ്ധു തിരിച്ചു നടന്നത്. ആരായിരിക്കും അത്? തന്റെ വീടിന്റെ കോമ്പൗണ്ടിനുള്ളിലേക്ക് കടക്കാൻ ഇത്രയും ധൈര്യമുള്ള ഒരാൾ ആരായിരിക്കും? അവൻ ഗേറ്റ് അടച്ചതിന് ശേഷം സ്പെയർ കീ എടുത്ത് ഡോർ തുറന്നു. അകത്ത് കടക്കുമ്പോഴും ഇടയ്ക്ക് അവൻ ഗേറ്റിനരികിലേക്ക് തിരിഞ്ഞു നോക്കുന്നുണ്ടായിരുന്നു. എങ്കിലും അത് ആരായിരിക്കും? തന്റെ മതിൽക്കെട്ടിനകത്തേക്ക് അതിക്രമിച്ചു കയറിയവൻ കക്കാൻ വന്നതാവുമോ? ആയിരിക്കും, അല്ലാതെ ഇങ്ങോട്ട് വരുന്നതിന്റെ ആവശ്യമെന്ത്? മെയിൻ ഡോർ ലോക്ക് ചെയ്തതിന് ശേഷം അവൻ സ്റ്റെപ്പ് കയറി റൂമിലെത്തി. കീ മേശപ്പുറത്ത് വച്ചതിന് ശേഷം വാഷ്റൂമിൽ പോയി കുളിച്ച് വേഷം മാറി. താഴേക്കിറങ്ങുമ്പോൾ അവൻ ഫോണിൽ കിഷോറിനെ വിളിക്കുന്നുണ്ടായിരുന്നു. പറയടാ. ഉറക്കച്ചടവോടെയുള്ള കിഷോറിന്റെ ശബ്ദം ഫോണിലൂടെ കേട്ടു സിദ്ധു. നീ ഉറങ്ങിയായിരുന്നോ? ഈ നേരത്തെ വിളിച്ചത് ബുദ്ധിമുട്ടായോ? ഇല്ലടാ, നീ പറയ്, ഞാൻ കിടന്നതേയുള്ളൂ. സിദ്ധു തൊട്ടു മുൻപുണ്ടായ സംഭവങ്ങൾ കിഷോറുമായി പങ്കുവച്ചു. ആ നിമിഷം ഒരു ഞെട്ടലുണ്ടായി കിഷോറിന്. അങ്ങനെ ഒരാൾ ആ വീട്ടിനുള്ളിൽ കയറി കൂടിയിട്ടുണ്ടെങ്കിൽ അത് അവൻ തന്നെ ആയിരിക്കണം. മിസ്റ്റർ എക്സ്, അവൻ തന്നെ. സിദ്ധു പറഞ്ഞ സമയം വെച്ച് നോക്കുമ്പോൾ താനും അഗ്നിയും തമ്മിൽ സംസാരിക്കുന്ന സമയമാണത്. എങ്കിൽ തീർച്ചയായും സംസാരിച്ചത് മുഴുവൻ അയാൾ കേട്ടിട്ടുണ്ടാകും. അങ്ങനെയാണെങ്കിൽ ഇനിയുള്ള നീക്കം വളരെ ശ്രദ്ധാപൂർവമായിരിക്കണം. അല്ലെങ്കിൽ പണി കിട്ടാൻ സാധ്യത വളരെ കൂടുതലാണ്. ഞാൻ പറഞ്ഞതൊന്നും നീ കേട്ടില്ല എന്നുണ്ടോ കിച്ചു? നിന്റെ ഭാഗത്തു നിന്നും ഒരു റിപ്ലൈയുമില്ലല്ലോ. സിദ്ധുവിന്റെ സ്വരം കുറച്ച് കടുത്തിരുന്നു. അല്ല സിദ്ധു, ഞാൻ ആലോചിക്കുകയായിരുന്നു.
അവിടെ ഇപ്പോൾ മതിൽക്കെട്ടിനകത്തേക്ക് കടന്നത് ആരായിരിക്കും? എൻ്റെ അനുമാനത്തിൽ അത് കള്ളനായിരിക്കുമെന്നാ. എനിക്കും അത് തന്നെയാണ് തോന്നുന്നത്. അല്ലാതെ വേറൊരു കാരണവും കാണുന്നില്ല. അവിടെ CCTV വച്ചിട്ടില്ലേ സിദ്ധു? പെട്ടെന്നുണ്ടായ തോന്നലിൽ കിഷോർ ചോദിച്ചു. ഉണ്ട്, ഞാൻ നോക്കട്ടെ കിച്ചു, എന്നിട്ട് നിന്നെ വിളിക്കാം. സിദ്ധുവിന്റെ സ്വരത്തിൽ ഒരുതരം ആകാംക്ഷ നുരഞ്ഞു പൊന്തുന്നുണ്ടായിരുന്നു. മേശപ്പുറത്ത് മൂടിവെച്ച ഭക്ഷണങ്ങൾ തുറന്നുകൊണ്ട് പ്ലേറ്റിലേക്ക് വിളമ്പി സിദ്ധു. ചെയർ വലിച്ചിട്ടിരുന്നതിന് ശേഷം അവൻ CCTV ഫൂട്ടേജ് പരിശോധിക്കാൻ തുടങ്ങി. മതിൽ ചാടി ഉള്ളിലേക്ക് ഒരു രൂപം കടക്കുന്നതും കയറിന്റെ അറ്റത്ത് പിടിപ്പിച്ച ഹുക്ക് കൊണ്ട് സെക്കൻഡ് ഫ്ലോറിലെ ജനലിന് മുൻപിൽ പിടിപ്പിച്ച ചെറിയ ബാൽക്കണി പോലെയുള്ള പ്ലേസിന്റെ റെയിലിംഗിലേക്ക് അതെറിഞ്ഞു പിടിപ്പിക്കുന്നതും അതിലേക്ക് ആ രൂപം വലിഞ്ഞു കയറുന്നതും ഒരു ഉൾക്കിടിലത്തോടെ നോക്കിയിരുന്നു സിദ്ധു. ആ ജനൽ മിത്രയുടെ റൂമിൻ്റെതാണല്ലോ എന്ന് അവൻ ഞെട്ടലോടെ തിരിച്ചറിഞ്ഞു. ആരായിരിക്കും അത്? അയാൾക്ക് മിത്രയുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ? എന്തിനാണ് അവളുടെ ജനലിന്റെ അടുത്തേക്ക് അയാൾ വന്നത്? ചിന്തകളാകെ കെട്ടിപ്പിണഞ്ഞു കിടന്നു സിദ്ധുവിന്റെ ഉള്ളിൽ. എന്തായാലും കിഷോറിൽ നിന്നും ഇതൊന്നും മറക്കേണ്ടതില്ലെന്ന് ഓർത്തതിനാൽ അവൻ അത് അപ്പോൾ തന്നെ കിഷോറിന്റെ ഫോണിലേക്ക് സെൻഡ് ചെയ്തു. ഫോൺ മേശപ്പുറത്ത് വെച്ച് ഭക്ഷണം കഴിക്കാൻ ഇരുന്നുവെങ്കിലും എന്തോ അവനൊന്നും കഴിക്കാൻ തോന്നിയില്ല. എന്തൊക്കെയോ ആപത്ത് വരാൻ പോകുന്നതിന്റെ ദുസൂചന എന്ന പോലെ അവന്റെ ഹൃദയം ദ്രുതഗതിയിൽ ഇടിച്ചു. കിഷോർ തനിക്ക് സിദ്ധു അയച്ചു തന്ന CCTV ഫൂട്ടേജിലെ ദൃശ്യങ്ങൾ സസൂക്ഷ്മം വീക്ഷിക്കുകയാണ്. കറുത്ത വസ്ത്രം കൊണ്ട് ശരീരവും മാസ്കും തൊപ്പിയും കൊണ്ട് മുഖവും മറച്ചതിനാൽ അയാളെ തിരിച്ചറിയാൻ ഒരു പഴുതും അവന് കിട്ടിയില്ല. കിഷോർ അവന്റെ ഫോണിലെ ഗാലറിയിൽ നിന്നും ദീപികയെ കൊല്ലാൻ ശ്രമിച്ചയാളുടെ ദൃശ്യങ്ങൾ എടുത്തു നോക്കി. ഒരു സംശയവുമില്ല, രണ്ടും ഒരാൾ തന്നെ, ഒരേ വേഷവിധാനങ്ങൾ. അപ്പോൾ അയാൾ ശരിക്കും ഫോൺ സംഭാഷണം കേട്ടിരിക്കുന്നു. ഞാൻ പറയുന്നത് കേട്ടിട്ടില്ലെങ്കിലും അഗ്നി പറയുന്നതിൽ നിന്നും താൻ എന്താണോ പറയുന്നതെന്ന് അവന് വ്യക്തമായി മനസ്സിലാവും. അഗ്നി ചെന്ന് തലയിട്ടിരിക്കുന്നത് ഒരു നിസ്സാര പ്രശ്നത്തിലേക്കല്ല എന്ന് ആ നിമിഷം കിഷോർ മാധവ് തിരിച്ചറിയുകയായിരുന്നു. കടുത്ത പോരാട്ടം തന്നെ നടത്തേണ്ടി വരും. പക്ഷെ അരൂപിയായ ഒരാളോട് യുദ്ധം ചെയ്തതുപോലെ ആയിരിക്കില്ലേ ഇത്? ആരാണയാൾ? എന്താണ് അയാളുടെ ലക്ഷ്യം? എന്തായാലും മറ്റന്നാളത്തെ യാത്രയിൽ ഇതിലേക്ക് വിരൽ ചൂണ്ടുന്ന എന്തെങ്കിലും കണ്ടെത്താതിരിക്കില്ല. എന്റെ മനസ്സ് അങ്ങനെ പറയുന്നു. ആലോചിച്ചു കിടന്നെപ്പോഴോ അവൻ നിദ്രയിലേക്ക് ഊർന്നുപോയി. ശനിയാഴ്ച കോളേജില്ലാത്തതിനാൽ മിത്ര കുറച്ച് വൈകിയാണ് എഴുന്നേറ്റത്. കുളിച്ച് ഫ്രഷായി താഴേക്ക് വരുമ്പോൾ സിദ്ധുവും അനന്തപത്മനാഭനും പോയി കഴിഞ്ഞിരുന്നു. നീ ഇതെന്താ മിത്ര, നേരം വെളുത്തതൊന്നും അറിയുന്നില്ലേ? മറ്റൊരു വീട്ടിലേക്ക് കയറി ചെല്ലേണ്ട പെണ്ണ, എഴുന്നേറ്റ് വരുന്ന നേരം കണ്ടോ? നിന്നെ കുറച്ചു ദിവസം അമ്മൂമ്മയുടെ അടുത്ത് കൊണ്ടുപോയി നിർത്തിയാലോ എന്ന് ആലോചിക്കുക ഞാൻ. ഒരാഴ്ച കൊണ്ട് നല്ല ശീലം പഠിപ്പിച്ചു തരും അമ്മൂമ്മ. മിത്ര നേരം വൈകി എഴുന്നേറ്റതിന്റെ ദേഷ്യം മുഴുവൻ തീർക്കുകയാണ് മീനു. മിത്രയ്ക്കായുള്ള ചായ എടുക്കുന്ന മീനുവിനെ പിന്നിലൂടെ ചെന്ന് കെട്ടിപ്പിടിച്ചു മിത്ര. എന്റെ മീനുട്ടി, എന്നെ എവിടെ കൊണ്ട് ചെന്നാക്കിയാലും കാര്യമില്ല. ഞാൻ പുതുതായിട്ട് ഒന്നും പഠിക്കാനും പോകുന്നില്ല. ഞാനെന്നും ഞാൻ തന്നെ. പിന്നെ അമ്മൂമ്മയുടെ അടുത്ത് പോകുന്നത് എനിക്ക് സന്തോഷം തന്നെയാണ് കേട്ടോ. എന്നോടൊരു സോഫ്റ്റ് കോർണർ ഉണ്ടേ. പുള്ളിയുടെ കണ്ണും മൂക്കും മുടിയും എല്ലാം കിട്ടിയത് എനിക്കല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഞാനടക്കം അമ്മൂമ്മയ്ക്ക് പേരക്കുട്ടികൾ 4. അവരിൽ ഞാൻ മാത്രമാണ് അമ്മൂമ്മയുടെ പോലെ. അപ്പൂപ്പൻ മരിക്കുന്നതുവരെയും എന്നോടല്ലായിരുന്നോ കൂടുതൽ സ്നേഹം? അത് കാണുമ്പോൾ സ്നേഹയ്ക്കും വിനീതയ്ക്കും വിജിക്കുമെല്ലാം എന്നോട് എന്തൊരു കുശുമ്പായിരുന്നു. അമ്മൂമ്മയെ ഒരുപാട് സ്നേഹിക്കുന്ന അപ്പൂപ്പന് അമ്മൂമ്മയെ പോലെ ഇരിക്കുന്ന എന്നോടല്ലേ കൂടുതൽ വാത്സല്യം തോന്നൂ. അതുകൊണ്ട് അമ്മൂമ്മയിൽ നിന്നും ചട്ടങ്ങൾ പഠിക്കുന്നതിനായിട്ട് എൻ്റെ മീനൂട്ടി ബുദ്ധിമുട്ടി എന്നെ അങ്ങോട്ട് അയക്കേണ്ടതില്ല. കാരണം അമ്മൂമ്മയെ സോപ്പിടാനൊക്കെ എനിക്കറിയാം. നിന്റെ ഈ നാവുണ്ടല്ലോ, അതില്ലെങ്കിൽ നിന്നെ വല്ല കാക്കയും കൊത്തിക്കൊണ്ടുപോയനെ. കാക്കയ്ക്കൊന്നും എന്നെ പൊന്തൂലൻ്റെ മീനൂട്ടിയെ. ചിരിച്ചുകൊണ്ട് അവൾ മേശപ്പുറത്തിരിക്കുന്ന ഇഡ്ഡലി പാത്രത്തിൽ നിന്നും 2 ഇഡ്ഡലി എടുത്ത് പ്ലേറ്റിലേക്ക് വെച്ച് സാമ്പാർ ഒഴിച്ച് കഴിക്കാൻ തുടങ്ങി. നിന്നെ ഞാൻ ശരിയാക്കി തരാടി കാന്താരി. അങ്ങനെ മനസ്സിൽ പറഞ്ഞുകൊണ്ട് മീനു മിത്രയ്ക്ക് ചായ പകർന്നു വെച്ച് അടുക്കളയിലേക്ക് തിരിച്ചുപോയി. അമ്മയുടെ ദേഷ്യത്തോടെയുള്ള പോക്ക് കണ്ടതും മീനുവിന്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി ഉണ്ടായി. അടുത്ത സാറ്റർഡേയും സൺഡേയും തറവാട്ടിൽ പോയി അമ്മൂമ്മയുടെ അടുത്ത് നിൽക്കണമെന്ന് മിത്ര മനസ്സിൽ ഉറപ്പിച്ചു. എക്സാം അടുത്തു വരുന്നതിനാൽ ഒത്തിരി പഠിക്കാനുണ്ടായിരുന്നു മിത്രയ്ക്ക്. ഉച്ചയ്ക്ക് ഉണ്ണാൻ താഴേക്ക് വരുന്നതുവരെ അവളിരുന്ന് പഠിക്കുക തന്നെയായിരുന്നു. ഊണ് കഴിച്ചു പോയതും അല്പനേരം ഒന്ന് മയങ്ങി. ഫോൺ റിങ് ചെയ്യുന്ന ശബ്ദം കേട്ടാണ് അവൾ ഉറക്കത്തിൽ നിന്നും ഉണർന്നത്. ഫോൺ എടുത്തു നോക്കിയപ്പോൾ പരിചയമില്ലാത്ത നമ്പറാണ്. പരിചയമില്ലാത്ത നമ്പർ കണ്ടപ്പോഴേ അവൾ ഉറപ്പിച്ചു അപ്പുറത്ത് ആരായിരിക്കുമെന്ന്. മുഖത്ത് നല്ലൊരു ആത്മവിശ്വാസത്തോടു കൂടി തന്നെയാണ് അവൾ ഫോൺ അറ്റൻഡ് ചെയ്തത്. ഹലോ, ആരാണ്? മിസ്റ്റർ എക്സ് ആണേ. അപ്പുറത്തു നിന്നും പരിഹാസത്തിൽ പൊതിഞ്ഞ മറുപടി. എന്തു വേണം? എന്ത് ചോദിച്ചാലും തരുമോ? അയാളുടെ ദ്വയാർത്ഥത്തിലുള്ള ചോദ്യം, അതിനകമ്പടിയായി ഒരു ചിരിയും. എന്ത് ചോദിച്ചാലും തരാൻ ഞാൻ ഈശ്വരനൊന്നും അല്ലല്ലോ. അവൾക്ക് ദേഷ്യം നുരഞ്ഞു പൊന്തി. ഈശ്വരനല്ല, പക്ഷേ ഈശ്വരിയാണ്, രൂപത്തിലും ഭാവത്തിലും. വീണ്ടും അതേ ചിരി. ആ ചിരി അവളിലെ ദേഷ്യത്തെ വർദ്ധിപ്പിച്ചു. എനിക്ക് നിങ്ങളോട് സംസാരിക്കാൻ താല്പര്യമില്ല. വിളിച്ച കാര്യം എന്താണെന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഫോൺ വയ്ക്കാം. ഓക്കെ, അത്രയേ ഉള്ളൂ.
ഞാൻ കാര്യത്തിലേക്ക് കടക്കാം. എന്റെ മുന്നിൽ മാർഗതടസ്സം നിൽക്കരുത് എന്ന് ഞാൻ നിനക്ക് പലവട്ടം വാണിങ്ങി നിന്നു. പെൺകുട്ടികളായാൽ കുറച്ചൊക്കെ അനുസരണ വേണം. നീ ഒരു ആണാണെന്നാണോ നിന്റെ വിചാരം? അങ്ങനെ ഒരു വിചാരം നിനക്കുണ്ടെങ്കിൽ അത് 8 മടക്കി പോക്കറ്റ് വെച്ചോ. പെണ്ണാ നീ, വെറും പെണ്ണ്. കരുത്തനായ ഒരു ആണിന് മുമ്പിൽ തളർന്നു വീഴേണ്ടവൾ. മനസ്സിലാക്കിക്കോ. പുരുഷന്റെ കരുത്തിന് മുന്നിൽ തളർന്നു വീഴാൻ കരുത്തുള്ള പെണ്ണിന് സമ്മതമല്ലെങ്കിലോ കൈക്കരുത്ത് ആണിന് മാത്രമാണെന്ന് കരുതിയോ നീ? നീ കണ്ടതും അറിഞ്ഞതുമായ സ്ത്രീകൾ അങ്ങനെയായിരിക്കാം. അഗ്നിമിത്ര തരം ഒന്ന് വേറെയാണ് മിസ്റ്റർ എക്സ്. അഗ്നി എന്നത് പേരിൽ മാത്രമല്ല, രൂപത്തിലുമുണ്ട്. കോൺഫിഡൻസ് നല്ലതാണ് അഗ്നിമിത്ര. അതുകൊണ്ട് തന്നെ നിന്നെ തോൽപ്പിക്കുന്നത് എനിക്കൊരു ഹരമാണ്. സിംഹം സിംഹത്തോട് ഏറ്റുമുട്ടുന്നത് പോലെ ഒരു ഫീലായിരിക്കും അത്. ഓ സോറി, വാക്കുകൾ വഴിമാറിപ്പോയല്ലേ. പറയാൻ വന്നത് പറഞ്ഞില്ല. അതിത്രയേ ഉള്ളൂ. നാളെ നിനക്കൊരു സർപ്രൈസ് ഉണ്ട്. കാണട്ടെ നിന്റെ കോൺഫിഡൻസ്. അടുത്ത നിമിഷം അപ്പുറത്ത് ഫോൺ ഡിസ്കണക്റ്റായി. അവൾ ആ ഫോണിലേക്ക് തുറച്ചു നോക്കി നിന്നു അല്പനേരം. അപായമണി മുഴങ്ങുന്നത് പോലെ അവളുടെ ഹൃദയം ആദ്യ ദുരിതമിടിച്ചു.